ഇന്ന് നടന്ന റാങ്കിംഗ് ടാസ്ക് കുളമാക്കാവുന്നതിന്റെ മാക്സിമം കുളമാക്കി. ഒന്നാം റാങ്ക് തനിക്കല്ലെന്ന് പറഞ്ഞാൽ താൻ വേണമെങ്കിൽ ബിഗ് ബോസിനെ വരെ തല്ലാൻ റെഡി എന്ന മട്ടിൽ നിൽക്കുന്ന ചൊറിയൻ അനീഷിനെ കണ്ടപ്പം ശരിക്കും അങ്ങനെ ഒരു സംശയം ബലപ്പെട്ടു. മത്സരാർത്ഥികൾക്ക് 8ന്റെ പണി എന്ന് കൂടെ കൂടെ ഈ ഷോയുടെ തുടക്കം മുതൽ പറയുന്നുണ്ട്. ആ 8ന്റെ പണി ഒരുപക്ഷെ ഈ അനീഷ് തന്നെയായിരിക്കും. ഇന്നലത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ആദിലയെയും നൂറയെയും അവരുടെ ആ പേഴ്സണൽ മാറ്ററിൽ കയറി ചൊറിഞ്ഞതിന് ചെറുതായിട്ടൊന്ന് തല്ലുന്നുണ്ട് ലാലേട്ടൻ അനീഷിനെ. പക്ഷേ അതിലധികം തലോടുകളും ആ സ്പോട്ടിൽ തന്നെ അവിടെ വെച്ച് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് അനീഷിന് കിട്ടി. നമുക്ക് ആ ഇന്നലത്തെ എപ്പിസോഡിൽ തന്നെ കാണാം. അനീഷ് അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ മറ്റു മത്സരാർത്ഥികൾ ലാലേട്ടനോട് ഒരു പരാതി പോലെ പറയുമ്പോൾ സോ വാട്ട് എന്നാണ് പുഞ്ചിരിച്ചുകൊണ്ട് മൂപ്പരുടെ ചോദ്യം. അനീഷ് നിങ്ങൾക്ക് വേണ്ടി എന്തിനു മാറണം? നിങ്ങൾ അനീഷിനെ സർവൈവ് ചെയ്യൂ എന്ന് ലാലേട്ടൻ പറയുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാം. ഹൗസ്മേറ്റ്സിൻ്റെ ഓരോരോ ആരോപണത്തിനും സുവ്യക്തമായ മറുപടി അനീഷിൻ്റെ കയ്യിലുണ്ടെന്ന് മാത്രമല്ല, ലാലേട്ടനാണെങ്കിൽ അതൊക്കെ അപ്പോൾ തന്നെ അംഗീകരിക്കുന്നുമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ 8ന്റെ പണിയിൽ ഒരു പണി അതെന്തായാലും അനീഷ് തന്നെ. ചൊറിയൻ ഇമേജ് ആയിരുന്നു അനീഷിന് ഇന്നലെ വരെ. പക്ഷേ ഇന്നലെ രാത്രിയിലെ ആ ഒരു എപ്പിസോഡോടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ ആളിനോട് ചെറിയൊരു താല്പര്യമൊക്കെ തോന്നി തുടങ്ങിയ സ്ഥിതിക്ക് വീട്ടിനുള്ളിൽ മറ്റു മത്സരാർത്ഥികളുടെ അനീഷിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സർവൈവൽ അതിനി അത്ര എളുപ്പമാവണമെന്നില്ല. ഇന്ന് വേണമെങ്കിൽ ഈ റാങ്കിംഗ് ടാസ്ക് ഇത്ര കുളമാക്കുമ്പോൾ, അതായത് ഒന്നാം റാങ്ക് തനിക്ക് വേണമെന്ന് മാത്രം ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് അത് ആവർത്തിച്ചുകൊണ്ട് ആ ഷോയെ മറ്റു മത്സരാർത്ഥികളുടെ അഭിപ്രായ പ്രകടനങ്ങളെ തന്നെ ഇല്ലാതാക്കി അനീഷ് മുന്നേറുമ്പോൾ ബിഗ് ബോസിന് വേണമെങ്കിൽ പുള്ളിയെ ഒന്ന് ശകാരിക്കാമായിരുന്നു. അനീഷ്, നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കൂ എന്നുകൂടി പറഞ്ഞിട്ട് ഒരു പക്ഷേ അങ്ങനെ പറയുകയാണെങ്കിൽ അനീഷ് ഒന്നുകൂടി നിശബ്ദനാവുമായിരുന്നു. പക്ഷേ ഇവിടെ അതിനൊന്നും നിൽക്കാതെ അനീഷിനെതിരെ ചെറുവിരൽ പോലും അലക്കാതെ ബിഗ് ബോസ് ആ ഒരു ഷോയിലെ ഈ ഒരു ടാസ്ക് നിർത്തിവെക്കാനാണ് പോകുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഈ കളികളെല്ലാം അനീഷും ബിഗ് ബോസും ചേർന്നുള്ള പ്ലാനിംഗ് ആണോ എന്ന് നമുക്ക് എന്തായാലും സംശയം തോന്നും.